എന്നാലും എനിക്ക് എവിടുന്നോ ഒരു ശക്തി കിട്ടി. ഞാൻ പറഞ്ഞു മോന് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 കോമ്പറ്റീഷന് സെക്കൻഡ് കിട്ടി. ഫൈനലിലെത്തിയപ്പം നാഷണലി നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും തമ്മിലാണ് കോമ്പറ്റീഷൻ. എന്നെ സംബന്ധിച്ച് 3 മാസത്തെ ട്രെയിനിങ്ങുള്ള ഒരാളെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത്. എനിക്കതും വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ മുന്നിൽ. അങ്ങനെ കോമ്പറ്റീഷൻ്റെ തലേ ദിവസം രാത്രി 12 മണിയായപ്പോൾ അവിടുത്തെ മൈനസായിട്ടുള്ള കാലാവസ്ഥയും എൻ്റെ കൊച്ചിന് ഛർദിൽ പനിയായിട്ട് 12 മണിക്ക് നാളെ രാവിലെ ഇന്ന ടൈം അവർ നേരത്തെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ കോമ്പറ്റീഷൻ നടക്കേണ്ടടുത്ത് രാത്രി ഒരു തരി ഉറങ്ങാണ്ട് ഛർദിലും പനിയായിട്ട് കൂടെയുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാണ്ട് അവർക്കെല്ലാം ആദ്യമേ തന്നെ പനി വന്നുപോയി. എൻ്റെ കുഞ്ഞിന് മാത്രം ഫൈനലിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഈ ഛർദിലും പനിയൊക്കെ കേൾക്കണത്. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നേരം വിളിക്കുക തന്നെ വിളിച്ച് അമ്മ ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല, എനിക്ക് വല്ലാത്ത പനി, എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പാടില്ല, കാരണം കോമ്പറ്റീഷൻ അവർ ഉത്തേജന ടെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കൊരു മെഡിസിൻ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്.